നമസ്കാരം. മലയാളി വാർത്ത ഇൻഡെപ്തിലേക്ക് സ്വാഗതം. ഇന്ന് വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഞെട്ടിക്കുന്ന ഒരു വിവരം തന്നെയാണ് ആളൂർ വക്കീലിന്റെ മരണം. ആരാണ് ഈ ആളൂർ എന്ന ചോദ്യം പലരും പലകുറി ചോദിച്ചറിഞ്ഞിട്ടുണ്ട്. നീ നശിച്ചു പോകുമടാ എന്നുള്ള പ്രാക്ക് പല അമ്മമാരുടെ വായിൽ നിന്നും ആളൂർ കേട്ടിട്ടുണ്ട്. അതേ രീതിയിൽ തന്നെയാണ് അവസാനം ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ആശുപത്രിയിൽ കുറെ അധികം ദിവസം കിടന്നതിന് ശേഷമാണ് മരണം. മള്ളൂർ വക്കീലും 10,000 രൂപയും ഉണ്ടെങ്കിൽ ആർക്കും ആരെയും കൊല്ലാമെന്നും കോടതിയിൽ മള്ളൂർ വാദിച്ചാൽ പുഷ്പം പോലെ ഇറങ്ങി വരാമോ എന്നുമുള്ള മള്ളൂർ ഗോവിന്ദപിള്ള എന്ന അഭിഭാഷക പ്രമാണിയുടെ കഥ കേരളത്തിന് നന്നായി അറിയാം. കേരളം ഞെട്ടിത്തെറിച്ചുപോയ 2011 സൗമ്യ എന്ന പെൺകുട്ടിയുടെ ക്രൂരമായ കൊലപാതകത്തിൽ പ്രതി ഗോവിന്ദച്ചാമിക്കു വേണ്ടി ആളൂർ വക്കീൽ ആദ്യമായി ഹാജരാകുമ്പോൾ കേരളം ഞെട്ടലോടെ ചിന്തിച്ചു പോയതും ഇത് തന്നെയാണ്. മള്ളൂരിനെ പോലെ മള്ളൂരിന്റെ പകരക്കാരനായി കൊലപാതകിയെ രക്ഷിക്കാനെത്തിയ ആളായി മാറുകയായിരുന്നു ആളൂർ. വിചാരണ കോടതിയിൽ ആളൂർ വക്കീൽ തിരിച്ചും മറിച്ചും വാദിച്ചെങ്കിലും ഗോവിന്ദച്ചാമിക്ക് വധശിക്ഷ വിധിക്കപ്പെട്ടതോടുകൂടി മള്ളൂർ വക്കീലിന്റെ ഈ പ്രഗത്ഭ്യമൊന്നും തന്നെ നിഴൽ പോലുമല്ല ആളൂർ വക്കീലെന്ന വെളിവായി. സുപ്രീം കോടതിയിൽ സൗമ്യയ്ക്കും കേരളത്തിനും വേണ്ടി വാദിച്ച ഈ പബ്ലിക് പ്രോസിക്യൂട്ടർ സൗമ്യയെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് കൊലപ്പെടുത്തിയത് ഊഹം മാത്രമാണ് എന്ന വാദം സമ്മതിച്ചു കൊടുത്തതോടുകൂടി ആളൂർ വീണ്ടും ആളായി. പിന്നീട് പല കുപ്രസിദ്ധ കേസുകളിലും വക്കീലായി. അടുത്ത കാലത്ത് ആത്മഹത്യ ചെയ്ത അഭിഭാഷകൻ PJ മനുവും ആളൂരിന്റെ ഓഫീസിലായിരുന്നു പ്രവർത്തിച്ചത്. PJ മനുവിന്റെ ആത്മഹത്യക്ക് പിന്നിലെ ഗൂഢാലോചന പുറം ലോകത്ത് എത്തിച്ചതും ആളൂരായിരുന്നു. ആ കേസിലെ വീഡിയോ വിവാദമുണ്ടാക്കിയ ആളിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അഡ്വക്കേറ്റ് BA ആളൂർ എന്നറിയപ്പെടുന്ന ബിജു ആന്റണി ആളൂർ എന്ന തൃശൂർ മുള്ളൂർക്കരക്കാരൻ അഭിഭാഷകൻ ഓർമ്മയാവുകയാണ്. അഡ്വക്കേറ്റ് PJ മനു അടക്കമുള്ളവർ ആശാനായാണ് ആളൂരിനെ കണ്ടിരുന്നത്. വൃക്ക സംബന്ധമായ രോഗങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു ആളൂർ. എറണാകുളം ലിസി ആശുപത്രിയിലായിരുന്നു അന്ത്യം. ജീവിക്കാൻ പോലും കാശില്ലാതെ തെണ്ടി നടക്കുന്ന ഒരു ഒറ്റക്കയ്യനായ ഗോവിന്ദച്ചാമിക്ക് വേണ്ടി കേസ് വാദിക്കാൻ ആരെയും കിട്ടില്ലെന്നാണ് ആദ്യഘട്ടത്തിൽ എല്ലാവരും കരുതിയത്. കേരളത്തിലെ അഭിഭാഷകരാരും ഗോവിന്ദച്ചാമിക്ക് വേണ്ടി ഹാജരാകില്ല എന്ന് ഏതാണ്ട് ഉറപ്പാവുകയും ചെയ്തിരുന്നു. ഈ ഘട്ടത്തിലാണ് അഡ്വക്കേറ്റ് ആളൂർ ഈ കൊടും കുറ്റവാളിക്ക് വേണ്ടി ഹാജരാകുമെന്ന വാർത്തകൾ വരുന്നത്. അതോടെ ആരാണ് ഈ ആളൂരെന്നും ഇയാൾ എന്തിനാണ് ഗോവിന്ദച്ചാമിക്ക് വേണ്ടി ഹാജരാകുന്നത് എന്നും കേരളം അന്വേഷിച്ചു തുടങ്ങി. അതിനുശേഷം കൂടത്തായി കേസിലും പ്രതിയുടെ വക്കീലായി മാറി. ഇലന്തൂർ ഇരട്ട നരബലി കേസിൽ പ്രതികളെ ജാമ്യത്തിലിറക്കിയും ചർച്ചകളിലെ താരമായി മാറുകയായിരുന്നു. ഗോവിന്ദച്ചാമിക്ക് വേണ്ടി വാദിക്കാൻ ലക്ഷങ്ങൾ പ്രതിഫലം വാങ്ങി മുംബൈയിൽ നിന്ന് അഭിഭാഷക പട കോടതിയിലെത്തുമെന്നായിരുന്നു പ്രചരണം. ഇതിനു പിന്നാലെ അഡ്വക്കേറ്റ് BA ആളൂർ എന്ന ഉത്തരേന്ത്യൻ വക്കീലാണ് എത്തുന്നത് എന്ന പ്രചരണം എത്തി. പിന്നീട് അന്വേഷണത്തിൽ വടക്കാഞ്ചേരിക്കടുത്ത് മുള്ളൂർക്കരയിലെ ആളൂർ വീട്ടിൽ BJ ആന്റണി എന്ന അഡ്വക്കേറ്റ് BA ആളൂറാണ് ഈ ഉത്തരേന്ത്യക്കാരൻ വക്കീലെന്ന് മലയാളികൾ തിരിച്ചറിഞ്ഞു. അന്നു മുതൽ ഇന്നുവരെ മലയാളിയുടെ പല ചർച്ചകളിലും ആളൂർ സജീവമായി മാറി. ഗോവിന്ദച്ചാമിയുടെ അഭിഭാഷകനാകും മുമ്പ് വർഷങ്ങളായി പൂനെ കോടതിയിൽ പ്രവർത്തിച്ച ആളൂർ ഈ കേസിന് മാത്രമായി നാട്ടിലെത്തുകയും പൂർണ്ണ സമയം ഇതിനായി ചെലവഴിക്കുകയും ചെയ്തതോടുകൂടി വിചാരണയ്ക്കായി ഇടയ്ക്കിടെ വിമാനത്തിൽ വന്നു പോകുന്നതിനെ പറ്റിയും അന്വേഷണങ്ങൾ ഉയർന്നു. വടക്കാഞ്ചേരി കോടതിയിൽ 3.5 വർഷം പ്രാക്ടീസ് ചെയ്ത ശേഷം മുംബൈക്ക് വണ്ടി കയറിയ BA ആളൂർ പൂനെയിലെ പ്രമാദമായ നിരവധി കേസുകളിൽ താരമായി മാറിയിരുന്നു. കൊലപാതക, ലൈംഗിക അതിക്രമ കേസുകളിലെ പ്രതികൾക്കു വേണ്ടിയായിരുന്നു ഇവയിലേറെയും സംഘം ചേർന്നുള്ള കുറ്റകൃത്യങ്ങളിൽ 1-2 പ്രതികളുടെ വക്കാലത്ത് ഏറ്റെടുത്ത് നടത്തി ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു. പ്രമാദമായ നീരജ ഗുപ്ത കൊലക്കേസിലും ഇത്തരത്തിൽ ഒരു പ്രതിക്കു വേണ്ടി ഹാജരായിരുന്നു. മുംബൈ പനവേലിയിൽ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച ഗുണ്ടാ സംഘത്തിന്റെ കേസ് ആളൂർ വാദിച്ചിരുന്നതായി വാർത്തകൾ വന്നതോടുകൂടി ഗോവിന്ദച്ചാമിയും ഇത്തരത്തിൽ ട്രെയിനുകൾ കേന്ദ്രീകരിച്ച് കവർച്ച നടത്തുന്ന സംഘത്തിലെ കണ്ണിയാണ് എന്നും ആ ബന്ധമാണ് ആളൂരിനെ സൗമ്യ കേസിൽ പ്രതിക്കു വേണ്ടി എത്തിച്ചത് എന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. സൗമ്യ കേസിന്റെ യാഥാർത്ഥ്യം പുറത്തുകൊണ്ടുവരിക എന്ന സാമൂഹ്യ താൽപര്യമാണ് തനിക്കെന്ന് പറഞ്ഞെങ്കിലും ഗോവിന്ദച്ചാമിയുടെ കുടുംബാംഗങ്ങളാണ് കേസ് ഏൽപ്പിച്ചത് എന്നായിരുന്നു വടക്കാഞ്ചേരി കോടതിയിൽ പറഞ്ഞത്. കേസ് ജില്ലാ സെഷൻസ് കോടതിയിൽ എത്തിയപ്പോൾ ഗോവിന്ദച്ചാമിയുടെ സുഹൃത്തുക്കളാണ് കേസ് ഏൽപ്പിച്ചത് എന്നായി. ചെന്നൈ കേന്ദ്രീകരിച്ചുള്ള പിടിച്ചുപറിക്കാരനാണ് കേസ് തന്നെ ഏൽപ്പിച്ചത് എന്നും ഒരു തവണ വിവരിച്ചു. പക്ഷേ മറ്റൊരു കഥയാണ് തൃശൂരിലെ ചില അഭിഭാഷകർക്ക് പറയാൻ ഉണ്ടായിരുന്നത്. പൂനെയിൽ സഹപാഠിയായ തൃശൂരിലെ അഡ്വക്കേറ്റ് NJ നെറ്റോയെയാണ് ആളൂർ ഗോവിന്ദച്ചാമി വിഷയത്തിൽ ആദ്യം സമീപിച്ചത് എന്നവർ പറയുന്നു. പക്ഷേ നെറ്റോ അതിന് വഴങ്ങാതെ വന്നതോടുകൂടി ആളൂർ നേരിട്ടെത്തി.
പ്രതിക്ക് ജാമ്യാപേക്ഷ നൽകി. നാട്ടുകാരുടെ പ്രതിഷേധം രൂക്ഷമാണ് എന്ന് മനസ്സിലായതോടുകൂടി മുംബൈയിൽ നിന്ന് അംഗരക്ഷകർ എന്ന പേരിൽ ഒരു സംഘത്തെയും കൂടെ കൊണ്ടുവന്നിരുന്നു. മുംബൈ കോടതിയിൽ പ്രാക്ടീസ് നടത്തുന്ന അഭിഭാഷകരാണ് എന്നാണ് സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയത്. ഗോവിന്ദചാമി ആരുടെ ആളെന്നതിനും സ്ഥിരീകരണം ഇല്ലായിരുന്നു. ഗോവിന്ദചാമിയെ കേസിൽ നിന്ന് രക്ഷിക്കാൻ പണം മുടക്കുന്നത് ആരാണെന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണവുമില്ല. തനിക്ക് പണം കിട്ടുന്നത് എവിടെ നിന്നാണ് എന്ന് വെളിപ്പെടുത്തേണ്ടതില്ല എന്ന നിലപാടാണ് ആളൂർ സ്വീകരിച്ചിട്ടുള്ളത്. റെയിൽവേയിലും പൊതുനിരത്തുകളിലും വിലസുന്ന നിരവധി ക്രിമിനലുകളുടെ മതം മാറ്റുകയും അതിന്റെ പേരിൽ സംരക്ഷണം നൽകുകയും ചെയ്യുന്നതായി ആക്ഷേപം ഉയർന്നതോടുകൂടി ആളൂരിനെതിരെ പ്രതിഷേധം ശക്തമാവുകയും ചെയ്തിരുന്നു. ഇതെല്ലാം ആളൂർ അതിജീവിച്ചു. ഏതായാലും സ്വന്തമായി കേസ് നടത്താൻ കുടുംബപരമായി കഴിവില്ലാത്തവനാണ് ഗോവിന്ദചാമി എന്ന കേരള പോലീസിന്റെ അന്വേഷണത്തിൽ വ്യക്തമായിരുന്നു. തൃശൂരിലുള്ള പോലീസ് സംഘത്തിന്റെ അന്വേഷണത്തിൽ തമിഴ്നാട് കടലൂർ ജില്ലയിലെ വിരുദാചലത്തെ വിമുക്ത ഭടനായിരുന്ന ആറുമുഖത്തിന്റെ മകനാണ് ഗോവിന്ദചാമി എന്ന് വ്യക്തമായി. അമ്മയും അച്ഛനും നേരത്തെ മരിച്ചെന്നും ജ്യേഷ്ഠന് സുബ്രഹ്മണി കൊലപാതക കേസിൽ പ്രതിയായി സേലം ജയിലിലാണ് എന്നും മനസ്സിലായി. വിരുദാചലം സമത്വപുരത്ത് ഐവത്തുകുട്ടിയിൽ സർക്കാർ ഭവനിൽ നിർമ്മാണ പദ്ധതി പ്രകാരം വെച്ചു നൽകിയ വീട്ടിലായിരുന്നു താമസം. സൈനിക സേവന കാലത്ത് കിട്ടിയ ശമ്പളവും പിന്നീട് ലഭിച്ച പെൻഷനും എല്ലാം ചേർത്ത് ഈ അറുമുഖൻ 10 ലക്ഷം രൂപ ബാങ്കിൽ നിക്ഷേപിച്ചിരുന്നു. ഈ തുക മക്കൾക്ക് അവകാശപ്പെട്ടതായിരുന്നു. പക്ഷേ രണ്ടുപേരും ജയിലിലായതോടുകൂടി പണം അക്കൗണ്ടിൽ തന്നെ കിടന്നു. പക്ഷേ സൗമ്യ കേസുമായി ബന്ധപ്പെട്ട പ്രതിഭാഗം സാക്ഷിയായി സുബ്രഹ്മണ്യയെ കൊണ്ടുവരാൻ ആളൂർ ശ്രമിച്ചുവെങ്കിലും കോടതി അംഗീകരിച്ചില്ല. കേസുമായി അയാൾക്ക് എന്താണ് ബന്ധമെന്നും ജയിലിലുള്ള ആളെ എന്തിനു വിസ്തരിക്കണമെന്നും കോടതി ആരാഞ്ഞപ്പോൾ ഗോവിന്ദചാമി അറസ്റ്റ് ചെയ്യപ്പെട്ട വിവരം വീട്ടിൽ അറിഞ്ഞില്ല എന്നും അതിനാണെന്നും ആളൂർ വാദിച്ചു. പക്ഷേ കോടതി അത് അനുവദിച്ചില്ല. ചില നേരത്ത് ഇയാൾ മനുഷ്യനാണോ ചെകുത്താനാണോ എന്ന് പോലും പലരും ചിന്തിച്ചു പോയി. സൗമ്യ അടക്കമുള്ള പെൺകുട്ടികളെ അമ്മമാർ ഇയാളെ അരിഞ്ഞു നുറുക്കി പ്രാഗി എന്ന് വേണം പറയാൻ. എന്തായാലും സ്വന്തം വീട്ടുകാർക്ക് എതിരെ നിൽക്കുന്നവർക്ക് വേണ്ടി വരുന്ന ഏതൊരു വക്കീലായിക്കോട്ടെ അത് ശത്രു തന്നെയാണ് എന്ന പലരും മുദ്രകുത്തി. എന്തായാലും പല കേസുകളിൽ സമാന രീതിയിൽ തന്നെയാണ് ദിശ കൊലക്കേസ് പ്രതി അമീറുൽ ഇസ്ലാമിന്റെ വക്കാലത്ത് ഏറ്റെടുക്കാനും ആളൂർ ശ്രമിച്ചിരുന്നു. ഇതെല്ലാം സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായി മാറുകയും ചെയ്തിരുന്നു. സാധാരണഗതിയിൽ മനസാക്ഷി ഒരു വക്കീലും ഏറ്റെടുക്കാത്ത കേസുകൾ അങ്ങോട്ട് ചെന്ന് ഏറ്റെടുക്കുന്നതിലൂടെ നേടിയ കുപ്രസിദ്ധി മാത്രമാണ് ആളൂരിന്റെ കൈമുതലെന്നും ജാമ്യമെടുക്കുന്നതിന് പോലും സാധാരണഗതിയിൽ അറിയാവുന്നവരാരും ഇയാളെ സമീപിക്കാറില്ല എന്ന് വരെ സോഷ്യൽ മീഡിയയിൽ പലരും അഭിപ്രായപ്പെട്ടു. അംബാനി സഹോദരന്മാർ തമ്മിലുള്ള തർക്കം അവസാനിപ്പിക്കാൻ കോടതി ഇടപെടണമെന്ന് ആവശ്യപ്പെട്ട് പൊതുതാൽപര്യ ഹർജി നൽകിയതും അതുപോലെ തന്നെ പബ്ലിസിറ്റി സ്റ്റണ്ടായി എല്ലാവരും ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരുന്നു. തൃശൂർ സ്വദേശിയാണ് ബിജു ആന്റണി ആളൂർ എന്ന BA ആളൂർ. പ്രീ ഡിഗ്രി വരെ കേരളത്തിൽ ഉണ്ടായിരുന്നു. തൃശൂർ സെന്റ് തോമസ് കോളേജിലായിരുന്നു പഠനം. കേരളത്തിൽ നിന്ന് പൂനെയിലേക്ക് പോയതാണ് ആളൂരിന്റെ ജീവിതം മാറ്റിമറിച്ചത്. നിയമബിരുദം സ്വന്തമാക്കുന്നത് അവിടെ വെച്ചാണ്. പിന്നീട് സഹോദരനൊപ്പം ഏതാണ്ട് 1 ദശാബ്ദത്തോളം പൂനെയിൽ തന്നെ. 1999 ആളൂർ അഭിഭാഷകനായി എൻറോൾ ചെയ്തത്. 4 വർഷത്തോളം കേരളത്തിലെ വിവിധ കോടതികളിൽ പ്രാക്ടീസ് ചെയ്തു. ക്രിമിനൽ കേസുകൾ തന്നെയായിരുന്നു പ്രധാനം. കേരളത്തിൽ നിന്ന് വീണ്ടും പൂനെയിലെത്തി. എല്ലായിടത്തും ആളൂർ ഹാജരായത് കൊടും ക്രിമിനലുകൾക്ക് വേണ്ടിയായിരുന്നു. മിക്ക കേസുകളിലും വിജയം ആളൂരിനൊപ്പം തന്നെ നിന്നു. അധോലോക നായകൻ ഛോട്ടാ രാജന്റെ കേസുകളും നോക്കുന്നത് BA ആളൂർ തന്നെയായിരുന്നു എന്നാണ് റിപ്പോർട്ടുകളിൽ ചിലത് ഉണ്ടായിരുന്നത്. എന്തായാലും ഇപ്പോൾ ആളൂർ മരണപ്പെട്ടിരിക്കുകയാണ്. വളരെ പെട്ടെന്നുള്ള ഒരു വാർത്ത തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പക്ഷേ പല അമ്മമാർക്കും അത് സന്തോഷം നൽകുന്ന വാർത്ത കൂടിയാണ് എന്നത് പറയാതിരിക്കാൻ വയ്യ.